ടോപ്പ് ട്യൂഷൻ്റെ മാത്തമാറ്റിക്സ് ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ട്യൂട്ടോറിയലിൽ അരിത്തമാറ്റിക് സീക്വൻസസ് ആൻഡ് ഓൾജിബ്ര എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 71 to 72 ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് ആണ് സോൾവ് ചെയ്യാനായിട്ട് പോകുന്നത്. ക്വസ്റ്റ്യൻ: കാൽക്കുലേറ്റ് ദി സം ഓഫ് ദി അരിത്തമാറ്റിക് സീക്വൻസസ് ബിലോ. അപ്പോൾ നമുക്കൊരു അരിത്തമാറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട് ഇവിടെ 51, 52, 53 അപ് ടു 70. ഈ സീക്വൻസിൻ്റെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സീക്വൻസിൽ നിന്ന് എന്തൊക്കെ എടുത്തെഴുതാം? ആദ്യം ഫസ്റ്റ് ടേം എ 51 എന്ന് കിട്ടി. ദെൻ ലാസ്റ്റ് ടേമും നമുക്കിവിടെ കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട് 70. ദെൻ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ 52 മൈനസ് 51 ചെയ്യുമ്പോൾ 1 ആണ് കോമൺ ഡിഫറൻസ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് ടേംസ് എത്രയുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാം. അപ്പോൾ n ഈക്വൽ ടു ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1. അപ്പം അങ്ങനെ വരുമ്പോൾ 70 മൈനസ് 51 ഡിവൈഡ് ബൈ 1 പ്ലസ് 1, അപ്പം 20 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് എ എൽ ഉണ്ട്, ഡി ഉണ്ട്, എന്നും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എസ് എൻ ഈക്വൽ ടു n/2 ഇൻറ്റു എ പ്ലസ് എൽ എന്ന ഫോർമുലയിൽ ഈ കിട്ടിയിരിക്കുന്ന വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ഈ 20 ടേംസിൻ്റെയും സമ്മ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പം n എന്ന് പറയുന്നത് 20/2, എ 51, എൽ 70. അപ്പം 20/2 എന്ന് പറയുമ്പോൾ 10 ഇൻറ്റു 51 പ്ലസ് 70 121. അപ്പോൾ നമുക്ക് സമ്മ് കിട്ടി 1210, 1210. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന അരിത്തമാറ്റിക് സീക്വൻസിൻ്റെ സം എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനും നമുക്ക് സീക്വൻസിൻ്റെ സമ്മ് കണ്ടുപിടിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പം ഇവിടെ 1.5 പ്ലസ് 2.5 അങ്ങനെ പോയി ഒരു 12.5 വരെ സീക്വൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും കണ്ടുപിടിക്കാം. ഫസ്റ്റ് ടേം 1.5 ആണ്, ലാസ്റ്റ് ടേം 12.5. ദെൻ നമുക്ക് കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? 2.5 മൈനസ് 1.5 ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് 1 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഇവിടെ നമ്മൾ ഈ മിക്സഡ് ഫ്രാക്ഷനെ ഒരു പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റി ദെൻ അതിനുശേഷം 5/2 മൈനസ് 3/2 എന്ന് പറയുമ്പോൾ 5 മൈനസ് 3 ഡയറക്റ്റ് ആയിട്ട് സബ്ട്രാക്ട് ചെയ്യാൻ പറ്റും. 2/2 എന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് കോമൺ ഡിഫറൻസ് 1 ആക്കി കിട്ടി. ഓക്കെ, ദെൻ നമുക്ക് ഇത്രയും കിട്ടിയ സ്ഥിതിക്ക് നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാം. അപ്പോൾ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് 12.5 മൈനസ് ഫസ്റ്റ് ടേം 1.5 ഡിവൈഡഡ് ബൈ 1. ഓക്കെ, അപ്പം 12.5 മൈനസ് 1.5 എന്ന് പറയുമ്പോൾ ഇപ്പോൾ 12 ഇൻറ്റു 2 24, 24 പ്ലസ് 1 25 ഡിവൈഡ് ബൈ 2. ഇനി 1.5 എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 1 2, 2 പ്ലസ് 1 3, അപ്പോൾ 3/2. അപ്പോൾ 25 മൈനസ് 3 എന്ന് പറയുമ്പോൾ 22/2. അങ്ങനെ വരുമ്പോൾ ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം 11 എന്ന് കിട്ടി. ഓക്കെ, പിന്നെ 11/1 പ്ലസ് 1 എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? നമ്പർ ഓഫ് ടേംസ് 12 കിട്ടി. ഇനി എസ് എൻ ഈക്വൽ ടു n/2 ഇൻറ്റു എ പ്ലസ് എൽ എന്ന ഫോർമുലയിൽ എന്നും എയും എല്ലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ n എന്ന് പറയുന്നത് 12/2 ഇൻറ്റു 1.5 പ്ലസ് എൽ 12.5 ഈക്വൽ ടു 12 ഡിവൈഡ് ബൈ 2 3/2 പ്ലസ് 25/2. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 6 ഇൻറ്റു 25 പ്ലസ് 3 28 ഡിവൈഡ് ബൈ ഈ 2. ഓക്കെ, അപ്പം 6 ഇൻറ്റു 28 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 14, 6 ഇൻറ്റു 14 84. ദെർഫോർ നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന സീക്വൻസിൻ്റെ സം എന്ന് പറയുന്നത് 84 ആണ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ ഒരു സീക്വൻസ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ നമുക്ക് സം ഓഫ് ദി സീക്വൻസ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഗിവൺ സീക്വൻസ് എടുത്തെഴുതി ഇവിടെ ഹാഫ് മുതൽ 12.5 വരെയാണ് സീക്വൻസ് പോയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്തായിരുന്നു? ഹാഫ് ആണ്. ലാസ്റ്റ് ടേം 12.5. ദെൻ ഇനി അടുത്ത് കണ്ടുപിടിക്കുന്നത് കോമൺ ഡിഫറൻസ് ആണ്. അപ്പോൾ ഈ 1 മൈനസ് ഹാഫ്, 1 മൈനസ് ഹാഫ് എന്ന് പറഞ്ഞാൽ ഹാഫ് തന്നെയാണ് കോമൺ ഡിഫറൻസ് വരുന്നത്. ഓക്കെ, ഈ നെക്സ്റ്റ് വൺ നമുക്ക് നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കണം. അപ്പം n ഈക്വൽ ടു എന്താണ്? ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡ് ബൈ കോമൺ ഡിഫറൻസ്. അപ്പോൾ നമുക്ക് ആദ്യം ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം കാണാം. കാരണം ഇതൊരു ഫ്രാക്ഷൻ ആയതുകൊണ്ട് നമുക്ക് ആദ്യം അതൊന്ന് പ്രോപ്പർ ആക്കിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ലാസ്റ്റ് ടേം 12.5 ആണ്, മൈനസ് ഹാഫ്. അപ്പം ഇവിടെ 2 ഇൻറ്റു 12 20, 24 പ്ലസ് 1 25/2
മൈനസ് 1/2. അപ്പോൾ ഇതൊരു പ്രോപ്പർ ഫ്രാക്ഷനായി. രണ്ടിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ 25 മൈനസ് 1 എന്ന് പറയുമ്പോൾ 24/2 12 എന്ന് കിട്ടി. അതായത് ലാസ്റ്റ് ടേമും ഫസ്റ്റ് ടേമും സബ്ട്രാക്ട് ചെയ്തപ്പോൾ 12 എന്ന് കിട്ടി. ഇനി കോമൺ ഡിഫറൻസ് ഹാഫ് ആണ്. ഓക്കെ, അപ്പം 12 ഡിവൈഡ് ബൈ 1/2 പ്ലസ് 1. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ 1/2 മുകളിലേക്ക് പോവും. അപ്പോൾ ഇതിൻ്റെ 1/2ൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ 2/1 ആണ്. അപ്പോൾ 12 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 24 പ്ലസ് 1 ഈക്വൽസ് ടു 25. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ടേംസ് കിട്ടി 25 എന്ന്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് എല്ലാം കിട്ടിയ സ്ഥിതിക്ക് Sn ഈക്വൽ ടു n/2 ഇൻറ്റു a പ്ലസ് എൽ എന്ന ഫോർമുലയിൽ എന്നും എയും എല്ലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പം 25/2 ഇൻറ്റു ഹാഫ് പ്ലസ് 12.5. അപ്പം അങ്ങനെ വരുമ്പോൾ 25/2 ഇൻറ്റു ഹാഫ് പ്ലസ് 25/2 എന്ന് കിട്ടി. ദെൻ എന്താണ് 25 പ്ലസ് 1 എന്ന് പറയുമ്പോൾ 26/2. 25/2 ഇൻറ്റു 26/2 എന്ന് പറയുമ്പോൾ 30. 26ൽ 2 13 പ്രാവശ്യം പോകും. ഓക്കെ, അപ്പം 650 ഡിവൈഡ് ബൈ 4 എന്ന് പറയുമ്പോൾ 162.5 ആണ് ഈ അരിത്തമാറ്റിക് സീക്വൻസിൻ്റെ സം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന അരിത്തമാറ്റിക് സീക്വൻസിൻ്റെ സമ്മ് കാണാൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന സീക്വൻസ് ആദ്യം എടുത്തെഴുതാം. അപ്പോൾ ഇതിൽ ഹാഫ് മുതൽ 12.5 വരെയാണ് സീക്വൻസ് ഉള്ളത്. അതിൽ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ഹാഫാണ്. ദെൻ ലാസ്റ്റ് ടേം 12.5. ഇനി നെക്സ്റ്റ് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. കോമൺ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 1 മൈനസ് ഹാഫ് ആണ്. അപ്പം 1/2 എന്ന് തന്നെ കോമൺ ഡിഫറൻസ് കിട്ടി. അടുത്തത് നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ചെയ്യാം. ലാസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ 12 1/2 മൈനസ് 1/2 ആണ്. അപ്പോൾ ഇതിൽ 12 1/2 എന്ന് പറയുന്നത് ഒരു മിക്സഡ് ഫ്രാക്ഷൻ ആണ്. അപ്പോൾ നമുക്കതിനെ പ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റണം. അപ്പോൾ 12 ഇൻറ്റു 2 പ്ലസ് 1 ചെയ്യുമ്പം 25/2 എന്ന് കിട്ടി, മൈനസ് 1/2. അതിൽ 25 മൈനസ് 1 എന്ന് പറയുമ്പോൾ 24 ഡിവൈഡ് ബൈ 2 എന്ന് കിട്ടി. അപ്പോൾ 24 ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 12 ആണ് നമുക്ക് കിട്ടിയ ആൻസർ. അതായത് ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ചെയ്തപ്പം. അപ്പോൾ ഇനി നമുക്ക് കോമൺ ഡിഫറൻസ് വെച്ച് ഡിവൈഡ് ചെയ്തതിന് ശേഷം പ്ലസ് 1 ചെയ്യാം. അപ്പം ഇവിടെ 12 ഡിവൈഡ് ബൈ 1/2 ആണ്. അപ്പോൾ 12 ഡിവൈഡ് ബൈ 1/2 എന്ന് പറയുമ്പോൾ ഈ 1/2 നമുക്ക് റെസിപ്രോക്കൽ ആക്കി എഴുതുമ്പോൾ ഇൻറ്റു 2/1 എന്ന് വരും. അപ്പം 12 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 24 പ്ലസ് ഈ ബാക്കി വന്ന ഈ 1 ഈക്വൽ ടു 25. അപ്പം നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് എന്താണ്? 25 ആണ്. ഓക്കെ, ഇനി നമുക്ക് Sn ഈക്വൽ ടു n/2 ഇൻറ്റു a പ്ലസ് എൽ എന്ന ഫോർമുല യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ ഇതിൽ n എന്ന് പറയുന്നത് എന്താണ്? 25 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 1/2 പ്ലസ് 12 1/2. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 25/2 എന്ന് എഴുതാം. ഓക്കെ, അപ്പം 25 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 26/2 ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ 25/2 ഇൻറ്റു 13 എന്ന് എഴുതാം. അതായത് 26 ഡിവൈഡ് ബൈ 2 കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 13 ആണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ 25 ഇൻറ്റു 26 പറഞ്ഞാൽ 650, 2 ഇൻറ്റു 2 4 എന്ന് ചെയ്യാം. അല്ല 25/2 ഇൻറ്റു 13 ഇങ്ങനെയും ചെയ്യാം. ഇപ്പോൾ രണ്ട് വേസിൽ ചെയ്യുമ്പോഴും നമുക്ക് 162.5 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന അരിത്തമാറ്റിക് സീക്വൻസിൻ്റെ സം എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമുക്ക് സമ്മ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ഒരു സീക്വൻസ് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം ഈ സീക്വൻസ് ഒന്ന് താഴെ എടുത്തെഴുതാം. അപ്പോൾ 1/101 പ്ലസ് 3/101 അങ്ങനെ നമുക്ക് 201 ഡിവൈഡ് ബൈ 101. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ സീരീസിൽ സിമിലാരിറ്റി എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലാത്തിനും ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ സമ്മ് എങ്ങനെ എഴുതാൻ പറ്റും? ഇതിലെ ഒരു 1/101 പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സീരീസിനെ 1 + 3 + 5 അങ്ങനെ 201 എന്ന് എഴുതാമല്ലോ. അപ്പം ഇങ്ങനെ നമുക്ക് ഈ സീരീസിൻ്റെ സമ്മ മാറ്റി എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? സം ഓഫ് ദ സീരീസ് 1 + 3 + 5, അതായത് ഇതിൻ്റെ സമ്മ് കാണാനായിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് 1 എന്ന് പറയുന്നത് ഇതിൻ്റെ ഫസ്റ്റ് ടേം എ എന്ന് പറയുന്ന 1 ആണ്. ദെൻ ലാസ്റ്റ് ടേം എൽ എന്ന് പറയുന്നത് 201.
ദെൻ കോമൺ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഈ 3 മൈനസ് 1 2. അപ്പോൾ നമുക്ക് എയും എല്ലും ഡി കിട്ടി. ഇനി അടുത്തത് എന്ത് കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് ടേംസ് ഇൻ ദ സീരീസ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് 201 ആണ്. മൈനസ് ഫസ്റ്റ് ടേം 1 ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് 2 പ്ലസ് 1 എന്ന് പറയുമ്പോൾ ഇതിൽ 201 മൈനസ് 1 എന്ന് പറയുമ്പോൾ 200. 200 ബൈ 2 100. അപ്പോൾ 100 പ്ലസ് 1 എന്ത് കിട്ടി? 101 ടേംസ് എന്ന് കിട്ടി. ഓക്കെ, ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ n കിട്ടിയിട്ടുണ്ട്, എയും എല്ലും അറിയാം. സോ എസ് എൻ ഈക്വൽ ടു n/2 ഇൻറ്റു എ പ്ലസ് എൽ എന്ന ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സീരീസ് 1 + 3 + 5 + 201 എന്ന സീരീസിൻ്റെ സമ്മ് കണ്ടുപിടിക്കും. അപ്പം 101 ഡിവൈഡ് ബൈ 2, എന്നിൻ്റെ വാല്യൂ 101 ആണല്ലോ, ഇൻറ്റു 1 + 201. അപ്പോൾ 201 + 1 എന്ന് പറയുമ്പോൾ 202 ഇൻറ്റു 101 ഡിവൈഡ് ബൈ 2 എന്ന് കിട്ടി. അപ്പോൾ ഇതിൽ ഈ 2ഉം ഈ 202ഉം ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 101 തന്നെ കിട്ടും. അപ്പം ഈ സീരീസിൻ്റെ സമ്മ് എന്ന് പറയുന്നത് 101 ഇൻറ്റു 101 എന്നാണ്. ഓക്കെ, നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഗിവൺ സീക്വൻസ് എന്ന് പറയുന്നത് 1/101 ഇൻറ്റു ഈ ഒരു സീരീസാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മുൻപ് കണ്ടുപിടിച്ചത് 1 + 3 + 5 എന്ന് പറയുന്ന സീരീസിൻ്റെ സമ്മാണ്. അതേ ഇൻറ്റു നമുക്കിവിടെ ഒരാൾ കൂടി ഉണ്ട് 101 എന്ന്. അത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യുമ്പോഴാണ് നമുക്ക് തന്നിരിക്കുന്ന സീരീസിൻ്റെ സമ്മ് കണക്കാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ 101 ഇൻറ്റു 101 ഡിവൈഡഡ് ബൈ 101 ആണ്. അപ്പോൾ ഇതിൽ ഒരു 101ഉം 101ഉം കട്ടായി പോകുമ്പോൾ ബാക്കിയുള്ളത് ഈ 101 ആണ്. സോ സം ഓഫ് ദ ഗിവൺ സീക്വൻസ് എന്ന് പറയുന്നത് എന്താണ്? 101 ആണ്. ക്വസ്റ്റ്യൻ: കാൽക്കുലേറ്റ് ദ സം ഓഫ് ദി ഫസ്റ്റ് 25 ടേംസ് ഓഫ് ഈച്ച് ഓഫ് ദി അരിത്തമാറ്റിക് സീക്വൻസസ് ബിലോ. അപ്പം 11, 22, 33 എന്നും പറഞ്ഞിട്ട് ഒരു സീക്വൻസ് തന്നിട്ടുണ്ട്. ആദ്യത്തെ 25 ടേമിൻ്റെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഗിവൺ സീക്വൻസ് എഴുതാം. 11, 22, 33. ഇതിൽ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 11 ആണ്. കോമൺ ഡിഫറൻസ് 22 മൈനസ് 11, അതായത് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ചെയ്യുമ്പോൾ കോമൺ ഡിഫറൻസ് 11 എന്ന് കിട്ടി. ഇനി നമ്പർ ഓഫ് ടേംസ് അവർ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ 25 എണ്ണത്തിൻ്റെയാണ്. സോ n ഈക്വൽ ടു 25. അപ്പോൾ നമുക്ക് ഏതൊരു സീക്വൻസിൻ്റെയും ആദ്യത്തെ n ടേംസിൻ്റെ സമ്മ് കണക്കാക്കാനാണെങ്കിൽ നമ്മൾ ഏത് ഫോർമുല യൂസ് ചെയ്യും? Sn ഈക്വൽ ടു n/2 ഇൻറ്റു 2a + n-1 ഇൻറ്റു d എന്ന ഈ ഫോർമുല യൂസ് ചെയ്യും. ഇതിൽ എന്നും എയും ഡിയും എല്ലാം അറിയാം. ജസ്റ്റ് ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 25 ടേംസിൻ്റെയാണ്. സോ S25 ഈക്വൽ ടു 25/2 ഇൻറ്റു 2 ഇൻറ്റു എ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം 11 ആണ്, പ്ലസ് എന്നിൻ്റെ വാല്യൂ 25 ആണ്. 25 മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറയുന്നത് 11. ഓക്കെ, അപ്പം 25/2 ഇൻറ്റു 2 ഇൻറ്റു 11 22 പ്ലസ് 25 മൈനസ് 1 24 ഇൻറ്റു 11. ഓക്കെ, അങ്ങനെ വരുമ്പോൾ 22 പ്ലസ് 24 ഇൻറ്റു 11 എന്ന് പറയുമ്പോൾ 264 ആണ്. ഇനി 264 പ്ലസ് 22 284. അപ്പോൾ ഇതിൽ 25 ഇൻറ്റു 286 ഡിവൈഡ് ബൈ 2 എന്ന് ചെയ്യുമ്പോൾ 286 ഇൻറ്റു 25 7150 ഡിവൈഡഡ് ബൈ 2 ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടി ആദ്യത്തെ 25 ടേമിൻ്റെ സമ്മ് 3575 എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് സീക്വൻസ് 12, 23, 34 ആണ്. അപ്പോൾ 12, 23, 34ൽ ഫസ്റ്റ് ടേം 12 ആണ്. ദെൻ കോമൺ ഡിഫറൻസ് 23 മൈനസ് 12, അപ്പം 11 എന്ന് കിട്ടി. ഇനി ഫസ്റ്റ് 25 ടേംസ് തന്നെയാണ്, അപ്പോൾ എന്നിന് മാറ്റമില്ല. ഇനി നമുക്ക് സം ഓഫ് ദി n ടേംസ് കാണുന്നുണ്ടെങ്കിൽ Sn ഈക്വൽ ടു n/2 ഇൻറ്റു 2a + n-1 ഇൻറ്റു d ചെയ്യാം. അപ്പോൾ അതിൽ n 25 ആണ്, 2 ഇൻറ്റു a 12 ആണ്, പ്ലസ് 24, അതായത് നമുക്ക് 25 മൈനസ് ഇവിടെ 25 മൈനസ് 1 ഇൻറ്റു ഡി ആണല്ലോ. 25 മൈനസ് 1 എന്ന് പറയുമ്പോൾ 24 ഇൻറ്റു കോമൺ ഡിഫറൻസ് 11 എന്ന് കിട്ടി. ഓക്കെ, അപ്പം 12 ഇൻറ്റു 2 24 പ്ലസ് നേരത്തെ നമ്മൾ 24 ഇൻറ്റു 11 കണ്ടുപിടിച്ചിരുന്നു 264. അപ്പോൾ ഇതിൽ 264 പ്ലസ് 24 അപ്പോൾ 288 എന്ന് കിട്ടി. ഇനി ഇത് രണ്ടും കൂടി
ഇൻറ്റു ചെയ്ത് ഡിവൈഡ് ബൈ 2 ചെയ്യാം. അപ്പോൾ 288 ഇൻറ്റു 25 7200 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് 25 ടേംസിൻ്റെ സമ്മ് കിട്ടി 3600 എന്ന്. ഇനി അടുത്ത സീക്വൻസ് 21 32 43 ആണ്. അതിൽ ഫസ്റ്റ് ടേം 21, കോമൺ ഡിഫറൻസ് 32 മൈനസ് 21, അപ്പം 11 എന്ന് കിട്ടി. ഇനി ഇതിൻ്റെ നമ്പർ ഓഫ് ടേംസ് 25 തന്നെയാണ്. ദെൻ സം ഓഫ് n ടേംസ് കാണുന്നുണ്ടെങ്കിൽ Sn ഈക്വൽ ടു n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. അതിൽ n 25 ഡിവൈഡഡ് ബൈ 2, 2 ഇൻറ്റു a എന്ന് പറയുന്നത് 21 ആണ്, പ്ലസ് 25 മൈനസ് 1 24 ഇൻറ്റു കോമൺ ഡിഫറൻസ് 11. അപ്പം 21 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 42 പ്ലസ് 24 ഇൻറ്റു 11 264. അപ്പോൾ 264 പ്ലസ് 42 306 എന്ന് കിട്ടി. ഇനി 306 ഇൻറ്റു 25 ബൈ 2 അങ്ങനെ വരുമ്പോൾ 7650 ബൈ 2. സം ഓഫ് ദി 25 ടേംസ് ഓഫ് ദിസ് സീരീസ് എന്ന് പറയുന്നത് എത്രയാണ്? 3825 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 19 28 37 ആണ്. അതിൽ ഫസ്റ്റ് ടേം 19, കോമൺ ഡിഫറൻസ് 28 മൈനസ് 19 11, ദെൻ n എന്ന് പറയുന്നത് 25 ആണ്. സം ഓഫ് ദി n ടേംസ് ഫോർമുല യൂസ് ചെയ്തിട്ട് എഴുതാം. അതിൽ 2 ഇൻറ്റു 19 പ്ലസ് 24 ഇൻറ്റു, അതായത് 25 മൈനസ് 1 24 ഇൻറ്റു 11 കോമൺ ഡിഫറൻസ്. അതിൽ 19 ഇൻറ്റു 2 38 264 24 ഇൻറ്റു 11. അപ്പോൾ 264 പ്ലസ് 38 302. അപ്പം 25 ഇൻറ്റു 302 ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 7550 ഡിവൈഡ് ബൈ 2 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇതാണ് 19 28 37 എന്ന് പറഞ്ഞ സീക്വൻസിൻ്റെ ആദ്യത്തെ 25 ടേമിൻ്റെ സമ്മ് 3775. Question, find the sum of all multiples of 9 among 3-digit number. അപ്പോൾ 3-digit നമ്പേഴ്സിലുള്ള എല്ലാ 9ൻ്റെ മൾട്ടിപ്പിൾസിൻ്റെയും സമ്മ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം സ്മോളസ്റ്റ് ആയിട്ടുള്ള 3-digit നമ്പർ എന്ന് പറയുന്നത് 100 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? 9ൻ്റെ സ്മോളസ്റ്റ് 3-digit നമ്പർ, അതായത് 9ൻ്റെ മൾട്ടിപ്പിളായ സ്മോളസ്റ്റ് 3-digit നമ്പർ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ 100 ഡിവൈഡഡ് ബൈ 9 എന്ന് ചെയ്തു. അപ്പോൾ നമുക്ക് 11.11 എന്ന് കിട്ടി. അതായത് റൗണ്ട് ചെയ്തിട്ട് 12 എന്നാണ് ആൻസർ കിട്ടിയത്. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക? ഇൻറ്റു 9 ചെയ്യുക. അപ്പം നമുക്ക് സ്മോളസ്റ്റ് 9ൻ്റെ മൾട്ടിപ്പിൾ കിട്ടി 108 എന്ന്. ഓക്കെ, ഇതാണ് സ്മോളസ്റ്റ് 3-digit നമ്പർ വിച്ച് ഇസ് ദി മൾട്ടിപ്പിൾ ഓഫ് 9. ഓക്കെ, ഇനി നമുക്കറിയാം ലാർജസ്റ്റ് 3-digit നമ്പർ വിച്ച് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 9 ഏതാണ്? 999 ആണ്. അപ്പോൾ നമുക്കിവിടെ ലാർജസ്റ്റും കിട്ടി, അതുപോലെ തന്നെ സ്മോളസ്റ്റും കിട്ടി. അതായത് ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും കിട്ടി. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഇടയിലുള്ള നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈ n ഈക്വൽ ടു ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1 എന്ന ഈ ഫോർമുലയിൽ അപ്ലൈ ചെയ്തിട്ട് നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാം. അപ്പോൾ ലാസ്റ്റ് ടേം 999 ആണ്, മൈനസ് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്താണ്? 108. അതായത് ഇത് രണ്ടും സ്മോളസ്റ്റും ലാർജസ്റ്റായ 9ൻ്റെ മൾട്ടിപ്പിൾസ് ആണല്ലോ. ഓക്കെ, ആൻഡ് ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 9 പ്ലസ് 1 ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടും 891 ഡിവൈഡ് ബൈ 9 പ്ലസ് 1. അപ്പം 99 പ്ലസ് 1 ഈക്വൽ ടു 100. അതായത് 3-digit നമ്പേഴ്സ് അതിൽ 9ൻ്റെ മൾട്ടിപ്പിൾസ് എന്ന് പറയുന്നത് എത്ര എണ്ണം ഉണ്ട്? ഏകദേശം അതായത് 100 ടേംസ് ആണ് ഇതിന് ഇടയ്ക്ക് ഉള്ളത്. 108ൻ്റെയും 999ൻ്റെ ഇടയ്ക്കായിട്ട് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എ എൽ എൻ എല്ലാം കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് സമ്മ് കാണാനുള്ള ഫോർമുല അറിയാം. Sn ഈക്വൽ ടു n/2 ഇൻറ്റു എ പ്ലസ് എൽ എന്ന് കിട്ടി. അപ്പോൾ അതിൽ എന്നിൻ്റെ വാല്യൂ 100 ആണ്. 100 ഡിവൈഡ് ബൈ 2 ഇൻറ്റു എ എന്ന് പറയുന്നത് 108 പ്ലസ് ലാസ്റ്റ് ടേം 999. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 100/2 എന്ന് പറയുമ്പോൾ 50 ഇൻറ്റു 108 പ്ലസ് 999 എന്ന് പറയുമ്പോൾ 1107. അങ്ങനെ വരുമ്പോൾ സം ഓഫ് ദി
മൾട്ടിപ്പിൾസ് ഓഫ് 9 എമംഗ് 3 ഡിജിറ്റ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 55350. ഓക്കെ, അപ്പോൾ 55,350 ആണ് വരുന്നത്. Question: The nth term of an arithmetic sequence is 2n plus 3. Find the sum of the first n terms. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് ഒരു അരിത്തമാറ്റിക് സീക്വൻസിൻ്റെ nth ടേം ആണ് 2n പ്ലസ് 3. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് n ടേംസിൻ്റെ സം എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് തന്നിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു ഓൾജിബ്രൈക് ഫോമാണ് 2 ഇൻറ്റു n പ്ലസ് 3 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എന്നിന് നമ്മൾ ഒരു വാല്യൂ അസ്യൂം ചെയ്ത് കൊടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ 1 എന്ന് അസ്യൂം ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഫസ്റ്റ് ടേം കിട്ടും. ഓക്കെ, അപ്പോൾ 2n പ്ലസ് 3, അപ്പോൾ നമുക്കിവിടെ എന്നിൻ്റെ വാല്യൂ 1 ആക്കി അസ്യൂം ചെയ്യുമ്പോൾ 2 ഇൻറ്റു 1 പ്ലസ് 3 എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടും 2 പ്ലസ് 3 a1 ഈക്വൽ ടു 5. ഓക്കെ, ആ സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേം കിട്ടി. ഇനി അടുത്തത് സെക്കൻഡ് ടേം കണക്കാക്കുന്നുണ്ടെങ്കിൽ ഈ എന്നിന് 2 എന്ന് വാല്യൂ അസ്യൂം ചെയ്ത് കൊടുക്കാം. അപ്പം ലെറ്റ് n ബി 2 എന്ന് കൊടുക്കുമ്പോൾ a2 ഈക്വൽ ടു 2n പ്ലസ് 3, അപ്പോൾ 2 ഇൻറ്റു 2 പ്ലസ് 3 എന്ന് പറയുമ്പോൾ 4 പ്ലസ് 3 7 ആണ് a2 കിട്ടി, a1 കിട്ടി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാമല്ലോ. d ഈക്വൽ ടു a2 മൈനസ് a1. അപ്പം 7 മൈനസ് 5 എന്ന് പറയുമ്പോൾ 2 എന്ന് കിട്ടി. അപ്പം a d കിട്ടി. ഇനി നമുക്ക് സം ഓഫ് ദ ഫസ്റ്റ് n ടേംസ് എന്ന ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ സം ഓഫ് ദി n ടേംസ് കിട്ടുമല്ലോ. അപ്പം n/2 ഈക്വൽ n/2 ഇൻറ്റു 2 ഇൻറ്റു 5 ഫസ്റ്റ് ടേം പ്ലസ് n മൈനസ് 1 d 2. അപ്പം 5 ഇൻറ്റു 2 10 പ്ലസ് 2 ഇൻറ്റു n 2n 2 ഇൻറ്റു മൈനസ് n മൈനസ് 2 എന്ന് കിട്ടി. ഇനി n/2 ഇൻറ്റു ഈ 2n അങ്ങനെ തന്നെ വയ്ക്കുക. എന്നിട്ട് 10 മൈനസ് 2 എന്ന് പറയുമ്പോൾ പോസിറ്റീവ് 8 കിട്ടും. അപ്പം n/2 ഇൻറ്റു 2n പ്ലസ് 8. അപ്പോൾ ഇതിൽ ഈ 2 ആൻഡ് ഈ 2 ക്യാൻസൽ ആയി പോവും. ദെൻ ഈ 2ഉം 8ഉം ക്യാൻസൽ ആയി പോവും 4. അപ്പം നമുക്ക് കിട്ടും n ഇൻറ്റു ഇവിടുത്തെ 2ഉം ക്യാൻസലായി, അപ്പോൾ n പ്ലസ് ഈ 2ഉം ഈ 8ഉം ക്യാൻസലായി 4. അപ്പോൾ ഈ 2n പ്ലസ് 3 എന്ന് പറയുന്ന nth ടേമിൻ്റെ സം ഓഫ് ദ ഫസ്റ്റ് n ടേംസ് എന്ന് പറയുന്നതാണ് n ഇൻറ്റു n പ്ലസ് 4 എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 3n പ്ലസ് 2 എന്ന് പറഞ്ഞ nth ടേം ഫോം തന്നിട്ടുണ്ട്. എന്നിട്ട് അത് വെച്ചിട്ട് നമുക്ക് സം ഓഫ് ദി ഫസ്റ്റ് n ടേംസ് ചെയ്യാം. അപ്പം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്നിനെ നമ്മൾ 1 എന്ന് അസ്യൂം ചെയ്യാം. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാം. അപ്പം 3 ഇൻറ്റു 1 പ്ലസ് 2 എന്ന് പറയുമ്പോൾ 3 പ്ലസ് 2 5 എന്ന് കിട്ടി. അതായത് ഈ സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേമായ a ഈക്വൽ ടു 5 എന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 2 എന്ന് പറഞ്ഞ വാല്യൂ ഇട്ട് കൊടുക്കുമ്പം നമുക്ക് a2 ഈക്വൽ ടു 3 ഇൻറ്റു 2 പ്ലസ് 2 പറയുമ്പോൾ 6 പ്ലസ് 2 അതായത് 8 എന്ന് കിട്ടി. അപ്പോൾ a1 5 a2 8 കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഇത് രണ്ടും സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിൻ്റെ വാല്യൂ കിട്ടി. അതായത് 8 മൈനസ് 5 ഈക്വൽ ടു എത്ര 3 എന്ന് കിട്ടി. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, സം ഓഫ് ദി ഫസ്റ്റ് n ടേംസ് കാണാനായിട്ട് ഫോർമുലയിൽ ഈ 3 അതായത് ഡിയും എയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം n/2 ഇൻറ്റു 2 ഇൻറ്റു 5 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, അപ്പം n/2 ഇൻറ്റു 5 ഇൻറ്റു 2 10 പ്ലസ് 3 ഇൻറ്റു n 3n 3 ഇൻറ്റു മൈനസ് 1 മൈനസ് 3 എന്ന് കിട്ടി. ഓക്കെ, ഇനി അടുത്തത് n/2 എന്ന് പറയുമ്പം എന്തായിരിക്കും 3n 10 മൈനസ് 3 എന്ന് പറയുമ്പോൾ പ്ലസ് 7 എന്ന് കിട്ടി. ഓക്കെ, അപ്പം ഈ 3n പ്ലസ് 2 എന്ന് പറഞ്ഞ അരിത്തമാറ്റിക് സീക്വൻസ് അത് nth ടേമായി ഉള്ള 3n പ്ലസ് 2ൻ്റെ സം ഓഫ് ദ ഫസ്റ്റ് n ടേംസ് എന്ന് പറയുന്നത് n/2 ഇൻറ്റു 3n പ്ലസ് 7 എന്ന് കിട്ടി. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചെറിയ ബാച്ചുകളായിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകൾക്ക് പുറമെ വീഡിയോ നോട്ട്സുകൾ, പതിവായുള്ള ടെസ്റ്റുകൾ, പരീക്ഷാ റിവിഷൻ എന്നിവയിലൂടെ മികച്ച വിജയത്തിന് വഴിയൊരുക്കുന്ന ടോപ്പ് ട്യൂഷൻ സെൻറ്ററിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ. അപ്പോൾ നെക്സ്റ്റ് nth ടേം എന്ന് പറയുന്നത് 2n മൈനസ് 3 ആണ്. അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ എന്നിൻ്റെ വാല്യൂ 1 എന്ന് ഇട്ട് കൊടുക്കാം. അപ്പം a1 എന്ന് പറയുന്നത് 2 ഇൻറ്റു 1 മൈനസ് 3 എന്ന് കിട്ടും. അതായത് 2 മൈനസ് 3 എന്ന് പറയുമ്പോൾ a1 നെഗറ്റീവ് 1 കിട്ടും. അതായത് 2 മൈനസ് 3 എന്ന് പറയുമ്പോൾ ഈ നെഗറ്റീവ് വലിയ നമ്പറിൻ്റെ സൈനല്ലേ ഇടുക. അപ്പം നെഗറ്റീവ് 1 എന്ന് കിട്ടി. ദെൻ എന്നിൻ്റെ വാല്യൂ 2 എന്ന് വിട്ട് കൊടുത്തു. അപ്പം
2 ഇൻറ്റു 2 മൈനസ് 3 എന്ന് പറയുമ്പോൾ 4 മൈനസ് 3 അത് A2യും 1 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എടുക്കുമ്പോൾ എന്തായിരിക്കും A2 മൈനസ് A1 ആണല്ലോ. അപ്പം D ഈക്വൽ ടു 1 മൈനസ് മൈനസ് 1. അപ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്. അപ്പോൾ 1 പ്ലസ് 1 2 എന്ന് കിട്ടി. ഓക്കെ, ഇനി SN ഫോർമുലയിൽ അപ്ലൈ ചെയ്യാം. ഈക്വൽ ടു n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു D. അതിൽ 2 ഇൻറ്റു മൈനസ് 1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു D. അപ്പം 2 ഇൻറ്റു മൈനസ് എന്ന് മൈനസ് 2 പ്ലസ് 2 ഇൻറ്റു n 2n 2 ഇൻറ്റു മൈനസ് 1 മൈനസ് 2 എന്ന് കിട്ടി. ഓക്കെ, അപ്പം നെക്സ്റ്റ് നമ്മൾ -2 പ്ലസ് ഈ -2 എന്ന് പറയുമ്പോൾ -4 എന്ന് കിട്ടി പ്ലസ് റിമൈനിങ് 2n. അപ്പോൾ ഈ n ഇൻറ്റു -4 പ്ലസ് 2n ഹോൾ ഡിവൈഡ് ബൈ 2 എന്ന് ചെയ്യുമ്പോൾ ഈ 2ഉം ഈ -4ഉം ക്യാൻസലായി നമുക്ക് -2 എന്ന് കിട്ടും. ഈ 2ഉം ഈ 2ഉം ക്യാൻസൽ ആകുമ്പോൾ n എന്ന് കിട്ടി. അപ്പം n ഇൻറ്റു n മൈനസ് 2 എന്ന് സം ഓഫ് ദി ഫസ്റ്റ് n ടേംസ് കിട്ടി. അപ്പോൾ നെക്സ്റ്റ് nth ടേം എന്ന് പറയുന്നത് 3n മൈനസ് 2 ആണ്. അപ്പോൾ 3n മൈനസ് 2ൽ n നമ്മൾ 1 എന്ന് പറഞ്ഞ വാല്യൂ ഇട്ട് കൊടുത്തു. അപ്പം A1 നമുക്ക് 3 ഇൻറ്റു 1 മൈനസ് 2 എന്ന് പറയുമ്പോൾ 1 കിട്ടി. ദെൻ എന്നിൻ്റെ വാല്യൂ 2 എന്ന് ഇട്ട് കൊടുത്തു. അപ്പം A2 ഈക്വൽ ടു 3 ഇൻറ്റു 2 മൈനസ് 2 ദാറ്റ് ഇസ് 6 മൈനസ് 2 ഈക്വൽ ടു 4 എന്ന് കിട്ടി. A2ൽ നിന്ന് A1 മൈനസ് ചെയ്യുന്ന സമയത്ത് കോമൺ ഡിഫറൻസ് ആയ 4 മൈനസ് 1 ഈക്വൽ ടു 3 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് SN ഈക്വൽ ടു n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു D എന്ന ഫോർമുലയിൽ ഡിയും എയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം n/2 ഇൻറ്റു 2 ഇൻറ്റു a അതായത് 1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു D എന്ന് പറയുമ്പോൾ 3 കിട്ടി. ഓക്കെ, n/2 ഇൻറ്റു 2 ഇൻറ്റു 1 2 പ്ലസ് 3 ഇൻറ്റു n 3n 3 ഇൻറ്റു മൈനസ് 1 മൈനസ് 3. ഓക്കെ, ഇനി n/2 ഇൻറ്റു 3n പ്ലസ് അല്ലെങ്കിൽ 2 മൈനസ് 3 എന്ന് പറയുമ്പോൾ മൈനസ് 1 പ്ലസ് 3n. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ 3n മൈനസ് 1 എന്നും എഴുതാം, കുഴപ്പമില്ല. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ സം ഓഫ് ദ ഫസ്റ്റ് n ടേംസ് n/2 3n മൈനസ് 1 എന്ന് കിട്ടി. ഇതാണ് ഇതിൻ്റെ ആൻസർ. Question: The sum of the first n terms of some arithmetic sequence is n square plus 2n. Find the nth term. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് n ടേംസിൻ്റെ സമ്മ് തന്നിട്ടുണ്ട്. അതായത് SN തന്നിട്ടുണ്ട് n സ്ക്വയർ പ്ലസ് 2n. നമ്മളോട് AN അതായത് nth ടേം ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആദ്യം ഗിവൺ ഡാറ്റയായ സം ഓഫ് ദി ഫസ്റ്റ് n ടേംസ് SN എന്ന് പറഞ്ഞെടുത്ത് എഴുതാം n സ്ക്വയർ പ്ലസ് 2n. ഓക്കെ, നമുക്കറിയാം SNനും SN മൈനസ് 1 ടേംസ് ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ AN ആയ nth ടേം കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ nth ടേം ഓഫ് എ സീരീസ് എന്ന് പറയുമ്പോൾ AN ഈക്വൽ ടു SN മൈനസ് SN മൈനസ് 1 എന്ന് എഴുതാം. ഇവിടെ നമുക്ക് ഓൾറെഡി SN കയ്യിലുണ്ട്. ഇനി SN മൈനസ് 1 എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അപ്പം SN മൈനസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം? n മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു n മൈനസ് 1 എന്ന് എഴുതാം. ഓക്കെ, ഇതിപ്പം a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഫോമിലാണ് ഉള്ളത്. അപ്പോൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പോൾ a സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്നാണല്ലോ. അപ്പം n സ്ക്വയർ മൈനസ് 2 ഇൻറ്റു a എന്ന് പറയുന്നത് n ആണ് ഇൻറ്റു 1. അപ്പോൾ മൈനസ് 2n പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ് 1 സ്ക്വയർ. അപ്പോൾ 1 എന്ന് എഴുതി പ്ലസ് 2 ഇൻറ്റു n 2n 2 ഇൻറ്റു മൈനസ് 1 മൈനസ് 2 എന്ന് എഴുതി. ഇനി ഇവിടുത്തെ മൈനസ് 2nഉം ഈ പോസിറ്റീവ് 2nഉം ക്യാൻസലായി. ബാക്കിയുള്ളത് 1 മൈനസ് 2 ആണ്. അപ്പം നമുക്ക് പ്ലസ് 1 എന്ന് കിട്ടി. അപ്പം n സ്ക്വയർ ഈ മൈനസ് ഇവിടെ നിന്ന് കിട്ടിയ 1 അങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാം n സ്ക്വയർ മൈനസ് 1 എന്ന്. അപ്പോൾ ഇവിടെ SN കിട്ടി, SN മൈനസ് 1 കിട്ടി. ഇനി ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് AN കണ്ടുപിടിക്കാം. അപ്പം AN ഈക്വൽ ടു SN മൈനസ് SN മൈനസ് 1 എന്ന് പറയുമ്പോൾ SN എന്തായിരുന്നു? n സ്ക്വയർ പ്ലസ് 2n മൈനസ് SN മൈനസ് 1 എന്ന് പറയുമ്പോൾ n സ്ക്വയർ മൈനസ് 1. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് എഴുതുന്ന സമയത്ത് n സ്ക്വയർ പ്ലസ് 2n മൈനസ് n സ്ക്വയർ, ഇതിൽ n സ്ക്വയറും ഈ n സ്ക്വയറും ക്യാൻസലായി. ഇനി ബാക്കിയുള്ളത് 2n പ്ലസ് 1 എന്ന് കിട്ടി. അതായത് ഈ
പറഞ്ഞ nth ടേം ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. an ഈക്വൽ ടു 2n പ്ലസ് 1 എന്ന്. അപ്പോൾ നമുക്ക് ഗിവൺ എന്താന്ന് വെച്ചാൽ സം ഓഫ് ദ ഫസ്റ്റ് n ടേംസ് തന്നിട്ടുണ്ട്. nth ടേം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം സം ഓഫ് ദ ഫസ്റ്റ് n ടേംസ് ഓഫ് എൻ അരിത്തമാറ്റിക് സീക്വൻസ് Sn ഈക്വൽ ടു 2n² പ്ലസ് n. ഇനി ഒരു nth ടേം കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് an ഈക്വൽ ടു Sn മൈനസ് Sn മൈനസ് 1 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ Sn നമ്മുടെ കയ്യിലുണ്ട് ഓൾറെഡി. ദെൻ കണ്ടുപിടിക്കേണ്ടത് Sn മൈനസ് 1 ആണ്. അപ്പം Sn ഈക്വൽ ടു 2n² പ്ലസ് n എഴുതി. ഇനി Sn മൈനസ് 1 എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു n² ആണ്. അപ്പം n മൈനസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് n ആണ് ഇവിടെ n മൈനസ് 1 അതെഴുതി. അപ്പം ഇതുള്ളത് a മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന ഫോർമുലാണ്. അപ്പം 2 ഇൻറ്റു a² മൈനസ് 2ab പ്ലസ് b² ആണല്ലോ. അപ്പം a² എന്ന് പറയുമ്പോൾ n² മൈനസ് 2 ഇൻറ്റു n ഇൻറ്റു 1. അപ്പോൾ 2n പ്ലസ് 1² 1. ബാക്കി n മൈനസ് 1 എടുത്തെഴുതി. അടുത്തത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 2n² മൈനസ് 2 ഇൻറ്റു 2 4n 2 ഇൻറ്റു 1 2 എന്നെഴുതി പ്ലസ് n മൈനസ് 1. ഓക്കെ, ഇനി വീണ്ടും ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഈ മൈനസ് 4n പ്ലസ് n എന്ന് പറയുമ്പോൾ മൈനസ് 3n എന്ന് കിട്ടും. 2 മൈനസ് 1 എന്താ കിട്ടുക? പ്ലസ് 1 എന്ന് കിട്ടും. അപ്പം Sn മൈനസ് 1 ആയി, Sn ആയി. ഇനി ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം എന്താ കിട്ടുന്നത്? 2n² പ്ലസ് n മൈനസ് ഈ മൈനസും നമ്മൾ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ 2n² മൈനസ് വരും. പിന്നെ മൈനസ് ഇൻറ്റു മൈനസ് ഇവിടെ പ്ലസ് വരും 3n. പിന്നെ ഈ മൈനസും പ്ലസും മൈനസ് 1 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ 2n² മൈനസ് 2n² ക്യാൻസലായി. n പ്ലസ് 3n എന്ന് പറയുമ്പോൾ 4n കിട്ടി, ബാക്കി ആ മൈനസ് 1. അപ്പം 2n² പ്ലസ് n എന്ന് പറയുന്ന സം ഓഫ് ദ ഫസ്റ്റ് n ടേംസിൻ്റെ നമ്മൾ അതിൽ നിന്ന് nth ടേം കണ്ടുപിടിച്ചു. an ഈക്വൽ ടു 4n മൈനസ് 1 എന്ന്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് n ടേംസിൻ്റെ സമ്മ തന്നിട്ടുണ്ട് n² മൈനസ് 2n. അപ്പോൾ ഇതിൽ നിന്നിവിടെ നമുക്ക് nth ടേം കണ്ടുപിടിക്കാം. ആദ്യം ഗിവൺ വാല്യൂ എടുത്തെഴുതാം. n² മൈനസ് 2n അതാണ് നമ്മുടെ Sn. ഇനി nth ടേം കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്ന് പറയുന്നത് an ഈക്വൽ ടു Sn മൈനസ് Sn മൈനസ് 1 ആണ്. സോ ഇതിൽ നമുക്ക് Sn ഉണ്ട്, Sn മൈനസ് 1 ആണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ Sn മൈനസ് 1 എങ്ങനെ എഴുതാം? ഇവിടെ n² ആണ്, അപ്പം n മൈനസ് 1 ദ ഹോൾ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു ഇവിടെ 2 ഇൻറ്റു n അല്ലേ, അപ്പോൾ 2 ഇൻറ്റു n മൈനസ് 1 എന്ന് എഴുതി. അപ്പോൾ ഇത് a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഫോമിലാണുള്ളത്. അപ്പം a² എന്ന് പറയുമ്പോൾ n² മൈനസ് 2 ഇൻറ്റു n, അതായത് 2 ഇൻറ്റു എ ബി അല്ലേ, 2 ഇൻറ്റു n ഇൻറ്റു 1 2n പ്ലസ് b² എന്ന് പറയുമ്പോൾ 1 മൈനസ് 2 ഇൻറ്റു n 2n പ്ലസ് മൈനസ് 2 ഇൻറ്റു മൈനസ് 1 പ്ലസ് 2 എന്ന് കിട്ടി. ഇനി അടുത്തത് n² മൈനസ് എന്താണ് 2n ഉണ്ട്, മൈനസ് 2n ഉണ്ട്. അപ്പോൾ നമുക്ക് എഴുതാം മൈനസ് 4n. ഇനി ബാക്കി 1 പ്ലസ് 2 ഉണ്ട്. അപ്പോൾ n² മൈനസ് 4n പ്ലസ് 3 എന്ന് കിട്ടി. അതായത് ഈ മൈനസ് 2nഉം ഈ മൈനസ് 2nഉം അപ്പോൾ മൈനസ് 4n. ഈ 1 പ്ലസ് 2 അപ്പോൾ 1 പ്ലസ് 2 3 എന്ന് കിട്ടി. അപ്പോൾ Snഉം കിട്ടി, n മൈനസ് 1ഉം കിട്ടി. ഓക്കെ, ഇനി ഫോർമുലാസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ n² മൈനസ് 2n മൈനസ് n² മൈനസ് 4n പ്ലസ് 3. അപ്പോൾ ഇതിൽ n² മൈനസ് 2n അങ്ങനെ തന്നെ എഴുത്തെഴുതി. മൈനസ് n² മൈനസ് ഇൻറ്റു മൈനസ് ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ ഇവിടെ പ്ലസ് ആയി 4n പിന്നെ മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് ആയി. ഓക്കെ, മൈനസ് 3 എന്ന് കിട്ടി. ഇനി അടുത്തത് ഈ n²ഉം ഈ n² ക്യാൻസലായി. പിന്നെ ബാക്കിയുള്ളത് മൈനസ് 2n പ്ലസ് 4n ആണ്. അപ്പോൾ 2n ബാക്കിയുള്ളത് ഈ മൈനസ് 3. അപ്പം an എന്ന് പറയുന്നത് 2n മൈനസ് 3 എന്ന് കിട്ടി. അപ്പോൾ ഇതാണ് nth ടേം ഓഫ് ദിസ് അരിത്തമാറ്റിക് സീക്വൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 2n² മൈനസ് n ആണ് സം ഓഫ് ദ ഫസ്റ്റ് n ടേംസ്. nth ടേം ആണ് കണക്കാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഗിവൺ സം ഓഫ് ദ ഫസ്റ്റ് n ടേംസ് എന്ന് പറയുന്നത് Sn ഈക്വൽ ടു 2n² മൈനസ് n എഴുതി.
ദെൻ nth ടേം കണ്ടുപിടിക്കാനുള്ള ഫോർമുല an ഈക്വൽ ടു എസ് എൻ മൈനസ് എസ് എൻ മൈനസ് വൺ എന്ന് എഴുതി. എസ് എൻ അറിയാം, അടുത്തത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എസ് എൻ മൈനസ് വൺ ആണ്. അപ്പം 2n² മൈനസ് n എസ് എൻ കിട്ടി. ദെൻ എസ് എൻ മൈനസ് വൺ എന്ന് പറയുമ്പോൾ ഇവിടെ 2 ഇൻറ്റു n² എന്ന് പറയുമ്പോൾ n മൈനസ് വൺ ദ ഹോൾ സ്ക്വയർ മൈനസ് n ആണ്. അപ്പോൾ ഇവിടെ എന്താണ് n മൈനസ് വൺ. ഓക്കെ, അപ്പം എ മൈനസ് ബി ഹോൾ സ്ക്വയറിലാണുള്ളത്. അപ്പം a² മൈനസ് 2ab പ്ലസ് b² ചെയ്യാം. അപ്പം n² മൈനസ് 2n പ്ലസ് 1 കിട്ടി, മൈനസ് ഈ n മൈനസ് 1. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഈ 2 എല്ലാത്തിനും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2n², 2 ഇൻറ്റു മൈനസ് 2n മൈനസ് 4n, 2 ഇൻറ്റു 1 2. ദെൻ മൈനസ് ഇൻറ്റു എന്ന് പറയുമ്പോൾ മൈനസ് n, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആ ബാക്കി 1 എടുത്തെഴുതി. ഓക്കെ, ഇനി 2n² മൈനസ് 4n എന്നുള്ള ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്ത് എഴുതുമ്പോൾ 2n² എന്ന് വരും. മൈനസ് 4n മൈനസ് n എന്ന് പറയുമ്പോൾ മൈനസ് 5n, പിന്നെ ഉള്ളത് 2 പ്ലസ് 1 അപ്പോൾ 3 കിട്ടി. അപ്പം n മൈനസ് 1 ആയി n ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം 2n² മൈനസ് n മൈനസ് 2n² മൈനസ് 5n പ്ലസ് 3 എന്ന് കിട്ടി. ഓക്കെ, അപ്പം ഇത് നമ്മളൊന്നുകൂടി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതുമ്പോൾ ഇവിടെയാണ് മാറ്റം വരുന്നത്. ഇപ്പോൾ ഇവിടെ മൈനസ് ഇൻറ്റു മൈനസ് ഇവിടെ പ്ലസ് ആയി, ഇവിടെ മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് ആയി. അപ്പം ഇവിടെ 2n² ഈ മൈനസ് 2n² ക്യാൻസലായി. മൈനസ് n പ്ലസ് 5n എന്ന് പറയുമ്പോൾ 4n, ബാക്കി ഈ മൈനസ് 3n. അപ്പം നമുക്ക് nth ടേം കിട്ടി. എന്താണ് an ഈക്വൽ ടു 4n മൈനസ് 3 എന്ന് കിട്ടി. ഇതുപോലുള്ള വീഡിയോകൾക്കായി ടോപ്പ് ട്യൂഷൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് n² മൈനസ് n എന്ന് സം ഓഫ് ദ ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് nth ടേം കണ്ടുപിടിക്കാം. അപ്പം ആദ്യം ഗിവൺ സം ഓഫ് ഫസ്റ്റ് n ടേംസ് എടുത്തെഴുതാം. അതായത് എസ് എൻ ഈക്വൽ ടു n² മൈനസ് n. ഓക്കെ, ഇനി nth ടേം കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് an ഈക്വൽ ടു എസ് എൻ മൈനസ് എസ് എൻ മൈനസ് 1 ആണ്. ഇവിടെ നമുക്ക് എസ് എൻ ഉണ്ട്, ഇനി അടുത്തത് എസ് എൻ മൈനസ് 1 കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പം എസ് എൻ മൈനസ് 1 ഈക്വൽ ടു എന്തായിരിക്കും, ഇവിടെ n² ആണ്. അപ്പം n മൈനസ് 1 ദ ഹോൾ സ്ക്വയർ മൈനസ് ഇവിടെ n ആണ്, ഇവിടെ എന്താണ് n മൈനസ് 1, അപ്പം മൈനസ് n മൈനസ് 1 എന്ന് എഴുതി. ഓക്കെ, അപ്പം ഇത് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഫോമിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് a² മൈനസ് 2ab പ്ലസ് b² എന്നിടാം. അതായത് n² മൈനസ് 2 ഇൻറ്റു എ ബി അല്ലേ, അപ്പം n ഇൻറ്റു 1 അപ്പോൾ 2n പ്ലസ് b² എന്ന് പറയുമ്പോൾ 1² 1 എഴുതി, മൈനസ് ഈ ബാക്കിയുള്ള n മൈനസ് 1. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ n² എങ്ങനെ എടുത്തെഴുതുക, ഇവിടെ മൈനസ് 2n ഉണ്ട്, ഇവിടെ മൈനസ് n എന്നുണ്ട്. അപ്പം മൈനസ് 2n മൈനസ് n എന്ന് പറയുമ്പോൾ മൈനസ് 3n. ഈ അടുത്തത് 1 മൈനസ് മൈനസ് 1, അപ്പോൾ 1 പ്ലസ് 1 എന്നാവും. 1 പ്ലസ് 1 2. അപ്പോൾ നമുക്ക് കിട്ടി എസ് എൻ മൈനസ് 1 എന്ന് പറയുമ്പോൾ n² മൈനസ് 3n പ്ലസ് 2 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഡയറക്റ്റായിട്ട് ഈ nth ടേമിൻ്റെ ഫോർമുലയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം an ഈക്വൽ ടു എസ് എൻ മൈനസ് എസ് എൻ മൈനസ് 1, അപ്പോൾ എസ് എൻ എന്ന് പറയുന്നത് n² മൈനസ് n ആണ്, മൈനസ് എസ് എൻ മൈനസ് 1 എന്ന് പറയുമ്പോൾ n² മൈനസ് 3n പ്ലസ് 2. അപ്പം ഇതിൽ നമുക്ക് ഈ n²നെയും ഈ n² ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കിയുള്ളത് മൈനസ് n പ്ലസ് 3n, അപ്പം 2n മൈനസ് 2 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ nth ടേം ഓഫ് ദിസ് സീരീസ്, അല്ലെങ്കിൽ ഈ ഒരു സീക്വൻസിൻ്റെ nth ടേം എന്ന് പറയുന്നത് 2n മൈനസ് 2n ആണ്. ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ദ സം ഓഫ് ദ ഫസ്റ്റ് 20 നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആദ്യത്തെ 20 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് കണക്കാക്കാനായിട്ടാണ്. ഓക്കെ, അപ്പം ഫസ്റ്റ് 20 നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എ എന്ന് പറയുന്നപ്പോൾ എന്തായിരിക്കും 1 എന്നായിരിക്കും. ദെൻ ലാസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ 20 ആണ്. അപ്പം ഇതിനിടയ്ക്കുള്ള നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, അപ്പോൾ n ഈക്വൽ ടു 20 എന്ന് കിട്ടി. അപ്പം എയും എല്ലും എന്നും കിട്ടിക്കഴിഞ്ഞാൽ എസ് എൻ ഈക്വൽ ടു n/2 ഇൻറ്റു എ പ്ലസ് എൽ എന്ന ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് സം ഓഫ് ദ ഫസ്റ്റ് 20 കണ്ടുപിടിക്കാമല്ലോ. ഓക്കെ, അപ്പം ഇവിടെ എന്നിൻ്റെ വാല്യൂ 20, എ 1, എൽ എന്ന് പറയുന്നത് 20. അപ്പോൾ 20/2 ഇൻറ്റു 1 പ്ലസ് 20 എന്ന് പറയുമ്പോൾ 10 ഇൻറ്റു 21 എന്ന് വരും. 10 ഇൻറ്റു 21 എന്ന് പറയുമ്പോൾ 210. അപ്പോൾ ഇതാണ്
സം ഓഫ് ദ ഫസ്റ്റ് 20 നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. Question: Calculate the sum of the first 20 numbers got by multiplying the natural numbers by 5 and adding 1. Okay. അപ്പോൾ ഒരു നാച്ചുറൽ നമ്പർ സീരീസ് ഉണ്ട്. ആ നാച്ചുറൽ നമ്പർ സീരീസിനെ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ആൻഡ് 1 കൊണ്ട് ആഡ് ചെയ്യുക. അങ്ങനെ കിട്ടുന്ന റിസൾട്ടൻ്റ് ആയിട്ടുള്ള ആ അരിത്തമാറ്റിക് സീക്വൻസിൻ്റെ ആദ്യത്തെ 20 നമ്പേഴ്സിൻ്റെ സമ്മ് കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ സം ഓഫ് ദ ഫസ്റ്റ് n ടേംസും കണക്കാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 2 ക്വസ്റ്റ്യൻ ആണുള്ളത്. അപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, സം ഓഫ് ദ ഫസ്റ്റ് 20 നമ്പേഴ്സിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് നോക്കാം. ഓക്കെ, അപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഒരു നാച്ചുറൽ നമ്പർ സീരീസ് ആണ്. അപ്പോൾ നാച്ചുറൽ നമ്പർ സീരീസ് എന്ന് പറയുമ്പോൾ 1 2 3 4. ഇനി ഇതിനെന്താ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, മൾട്ടിപ്ലൈയിങ് ദി നാച്ചുറൽ നമ്പേഴ്സ് ബൈ 5 ആൻഡ് ആഡിങ് 1. ഓക്കെ, അപ്പം 5 വെച്ച് ഇൻറ്റു ചെയ്യണം, ദെൻ ആഡ് ചെയ്യണം 5 വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ നാച്ചുറൽ നമ്പർ ആണ്. അതിനെ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം, ദെൻ ആഡ് 1. ഓക്കെ, അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, A1 എന്ന് പറയുമ്പോൾ ഈ 5 ഇൻറ്റു ഈ നാച്ചുറൽ നമ്പർ 1 പ്ലസ് പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്, ആഡിങ് 1 അല്ലേ, അപ്പോൾ 1 ഈക്വൽ ടു 6 എന്ന് കിട്ടി. ഇനി അതേപോലെ തന്നെ സെക്കൻഡ് നമ്പർ 5 ഇൻറ്റു n എന്ന് പറയുമ്പോൾ എന്താണ് 2 ആണ്. അപ്പം 5 ഇൻറ്റു 2 പ്ലസ് 1 ഈക്വൽ ടു 11 എന്ന് കിട്ടി. ഇനി നമുക്ക് A2ഉം A1ഉം കിട്ടി. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് D കണ്ടുപിടിക്കാം. സോ A2 മൈനസ് A1 എന്ന് പറയുമ്പോൾ 11 മൈനസ് ഈ 11 മൈനസ് 6, അപ്പം 5 എന്ന് കിട്ടി. ഓക്കെ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് സം ഓഫ് ദ ഫസ്റ്റ് 20 നമ്പേഴ്സ് ആണ്. അപ്പം എന്നും കിട്ടി 20. ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് Sn ഈക്വൽ ടു n ബൈ 2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d എന്ന ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ n 20 ആണ്, a 6 ആണ്, ദെൻ d എന്ന് പറയുന്നത് എന്താണ് 5. ഓക്കെ, അപ്പം 20 ബൈ 2 ഇൻറ്റു 2 ഇൻറ്റു 6 പ്ലസ് ഈ n എന്തായിരുന്നു 20 മൈനസ് 1 ഇൻറ്റു d എന്ന് പറയുന്നത് 5. അപ്പം 20 ബൈ 2 10 ഇൻറ്റു 6 ഇൻറ്റു 2 12 പ്ലസ് 20 മൈനസ് 1 ആണ്. അപ്പം 19 ഇൻറ്റു 5 95 എന്ന് കിട്ടും. അപ്പം ഇവിടെ നമുക്ക് കിട്ടുന്നത് 107 എന്ന് കിട്ടും. 107 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ 1070. അപ്പോൾ ഇതാണ് സം ഓഫ് ദ ഫസ്റ്റ് 20 നമ്പേഴ്സ് ഈ സീക്വൻസിൻ്റെ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് n ടേംസിൻ്റെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ സെയിം സീക്വൻസ് തന്നെ നമുക്ക് എടുക്കാം, നാച്ചുറൽ നമ്പേഴ്സ് സീക്വൻസ്. ദെൻ അതിനെ നമ്മൾ മോഡിഫൈ ചെയ്ത് 6 11 എന്ന് പറഞ്ഞ ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും കണ്ടുപിടിച്ചു. ദെൻ കോമൺ ഡിഫറൻസ് 5ഉം കണ്ടുപിടിച്ചു. ഇനി നമുക്ക് Sn ഈക്വൽ ടു n ബൈ 2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d എന്ന ഫോർമുലയിൽ എന്ത് കണ്ടുപിടിക്കാം, സം ഓഫ് ദ ഫസ്റ്റ് n ടേംസ് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പം n ബൈ 2 ഇൻറ്റു 2 ഇൻറ്റു എൻ്റെ വാല്യൂ 6 പ്ലസ് n മൈനസ് 1 ഇൻറ്റു 5. അപ്പം n ബൈ 2 ഇൻറ്റു 6 ഇൻറ്റു 2 12 പ്ലസ് 5 ഇൻറ്റു n 5n, 5 ഇൻറ്റു മൈനസ് 1 മൈനസ് 5. ഓക്കെ, ഇനി n ബൈ 2 ഇൻറ്റു എന്താണ് 12 മൈനസ് 5 7. അപ്പോൾ 5n പ്ലസ് 7 എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ സം ഓഫ് ദ ഫസ്റ്റ് n ടേംസ് എന്ന് പറയുന്നത് ഈ n ബൈ 2 ഇൻറ്റു 5n പ്ലസ് 7 എന്നാണ്. ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ക്വസ്റ്റ്യൻ: How much more is the sum of the first 25 terms of the arithmetic sequence 15, 21, 27 than the sum of the first 25 terms of the arithmetic sequence 7, 13, 19? ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത് വെച്ചാൽ രണ്ട് സീക്വൻസ് തന്നിട്ടുണ്ട്. ഇവരുടെ സം ഓഫ് ദ ഫസ്റ്റ് 25 ടേംസ് കണക്കാക്കുക. എന്നിട്ട് കമ്പയർ ചെയ്ത് നോക്കിയതിന് ശേഷം ഏത് സീക്വൻസിൻ്റെ സം ഓഫ് ദ ഫസ്റ്റ് 25 ടേംസ് ആണ് കൂടുതൽ എന്നതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം എന്ത് ചെയ്യാന്ന് വെച്ചാൽ രണ്ട് സീക്വൻസിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് സം ഓഫ് ദ ഫസ്റ്റ് 25 ടേംസ് കണക്കാക്കുക. എന്നിട്ട് രണ്ടും കമ്പയർ ചെയ്ത് നോക്കുക. എന്നിട്ട് എത്ര ഡിഫറൻസ് വരുന്നുണ്ട് എന്നുള്ളതും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സീക്വൻസ് ആയ 15, 21, 27 എടുത്തു. ഇതിൽ ഫസ്റ്റ് ടേം 15 ആണ്. നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് ആദ്യത്തെ 25 ടേംസിൻ്റെയാണ് കണക്കാക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ n ഈക്വൽ ടു 25.
ദെൻ ഡി എന്ന് പറയുമ്പോൾ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ആണ്. സോ 21 മൈനസ് 15 6 എന്ന് കിട്ടി. ഓക്കെ, ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ എസ് എൻ ഈക്വൽ ടു എൻ ബൈ 2 ഇൻറ്റു 2a പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി എന്ന ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഈ ഫസ്റ്റ് സീക്വൻസിൻ്റെ സമ്മ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പം S25 ഈക്വൽ ടു 25 ബൈ 2 ഇൻറ്റു 2 ഇൻറ്റു 15 പ്ലസ് 25 മൈനസ് 1 ഇൻറ്റു 6. ഓക്കെ, അപ്പം ഇവിടെ 2 ഇൻറ്റു 15 എന്ന് പറയുമ്പോൾ 30 എന്ന് കിട്ടി. 24 ആണല്ലോ 25 മൈനസ് 1, അപ്പോൾ 24 ഇൻറ്റു 6 എന്ന് പറയുമ്പോൾ 144 കിട്ടി. ദെൻ 144 പ്ലസ് 30 എന്ന് പറയുമ്പോൾ 174. ഈ 174ഉം 25 ഇൻറ്റു ചെയ്യുമ്പോൾ 4350 കിട്ടി ഡിവൈഡ് ബൈ 2. അപ്പോൾ 2175 എന്നാണ് ഈ ഫസ്റ്റ് സീക്വൻസിൻ്റെ സം ഓഫ് ദ ഫസ്റ്റ് 25 ടേംസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സീക്വൻസും കാണാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടേം 7 ആണ്, അതുപോലെ തന്നെ n എന്ന് പറയുന്നത് 25, കോമൺ ഡിഫറൻസ് 30 മൈനസ് 7 6 കിട്ടി. അപ്പോൾ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതാണ് 25 ബൈ 2 ഇൻറ്റു എൻ്റെ വാല്യൂ 7 പ്ലസ് n 25 ആണ് മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറയുന്നത് 6. അപ്പം 14 പ്ലസ് 24 ഇൻറ്റു 6 എന്ന് പറയുമ്പോൾ 144 പ്ലസ് 14. അപ്പം 158 കിട്ടി. 158 ഇൻറ്റു 25 എന്ന് പറയുമ്പോൾ 3950 ഡിവൈഡ് ബൈ 2, അപ്പോൾ 1975. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സീക്വൻസ് ഫസ്റ്റ്, അതായത് ഫസ്റ്റ് സീക്വൻസിൻ്റെ ആണ് സം ഓഫ് ദ ഫസ്റ്റ് 25 ടേംസ് കൂടുതൽ, ഇയാളുടെ കുറവാണ്. ഓക്കെ, അപ്പോൾ അത് എത്ര ഡിഫറൻസ് ഉണ്ട് എന്ന് നോക്കാം. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാം, ഈ ഫസ്റ്റ് സീക്വൻസിൻ്റെ സമ്മ് മൈനസ് സെക്കൻഡ് സമ്മിൻ്റെ ആൻസറും കൂടിയിട്ട് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 200 എന്നാണ് വരുന്നത്. അതായത് ഫസ്റ്റ് സീക്വൻസിൻ്റെ S25 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 200 മോർ ദാൻ ദി S25 ഓഫ് ദി സെക്കൻഡ് സീക്വൻസ്. സോ ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. Question: The 10th term of an arithmetic sequence is 50 and the 21st term is 75. Calculate the sum of the first 30 terms of this sequence. അതായത് ചോദ്യത്തിൽ 10th ടേം തന്നിട്ടുണ്ട്, 21st ടേം തന്നിട്ടുണ്ട് ഒരു സീക്വൻസിൻ്റെ. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഫസ്റ്റ് 30 ടേംസിൻ്റെ സമ്മാണ്. ഓക്കെ, അപ്പം ഗിവൺ വാല്യൂ, അതായത് 10th term A10 equal to 50, then 21st term A21 equal to എന്താണ് 75. അപ്പം നമുക്ക് nth ടേമിൻ്റെ ഫോർമുലയായ an ഈക്വൽ ടു a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്ന ഫോർമാറ്റിൽ A10ഉം A21ഉം എഴുതാം. അപ്പോൾ A10 എന്ന് പറയുമ്പോൾ a പ്ലസ് 90 ഈക്വൽ ടു 50 എന്ന് എഴുതാം. A21 എന്ന് പറയുമ്പോൾ a പ്ലസ് 20d ഈക്വൽ ടു 75 എന്ന് എഴുതാം. അങ്ങനെ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടി. ഈ ഇക്വേഷൻസ് സോൾവ് ചെയ്തിട്ട് നമുക്ക് ഡിൻ്റെയും എൻ്റെയും വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പം സബ്ട്രാക്റ്റിംഗ് 2 ഫ്രം 1 അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും കിട്ടുന്നുണ്ടാവുക, a പ്ലസ് 20d മൈനസ് a പ്ലസ് 90d ഈക്വൽ ടു 75 മൈനസ് 50. അതായത് ഇതിൽ എയും ഈ എയും ക്യാൻസലായി പോവും. 20 മൈനസ് 90 11d ഈക്വൽ ടു 75 മൈനസ് 50 എന്ന് പറയുമ്പോൾ 25. അങ്ങനെ കിട്ടിയ ഡീൻ്റെ വാല്യൂ 25/11. ഇനി ഈ ഡീൻ്റെ വാല്യൂ നമ്മൾ ഫോർമുല, അതായത് ഈ ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ a പ്ലസ് 9 ഇൻറ്റു 25/11 ഈക്വൽ ടു 50 എന്ന് കിട്ടും. അപ്പം ഈ 25/11 എന്നുള്ളതിന് നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പം 9 ഇൻറ്റു 25 ചെയ്തപ്പോൾ 225 കിട്ടി ബൈ 11. ഇതിനെയാണ് നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തത്. ഇനി നമുക്കിതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ 11 ഇൻറ്റു 50 എന്ന് പറയുമ്പോൾ 550 മൈനസ് 225 ഡിവൈഡ് ബൈ 11. അപ്പം എ എന്ന് പറയുമ്പോൾ 325/11 എന്ന് കിട്ടി. അപ്പോൾ ഡിയും കിട്ടി, എയും കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, എസ് എൻ ഈക്വൽ ടു ഫസ്റ്റ് n ടേംസിൻ്റെ സമ്മ് കാണാനുള്ള ഫോർമുലയിൽ എയും ഡിയും എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ എന്നിൻ്റെ വാല്യൂ 30 ആണ്. എ നമുക്കറിയാം 325/11, ഡിൻ്റെ വാല്യൂ 25/11. ഓക്കെ, അപ്പം 30/2 ഇൻറ്റു 2 ഇൻറ്റു 325/11 പ്ലസ് 30 മൈനസ് 1 ഇൻറ്റു 25/11. ഓക്കെ,
അപ്പം 30/2 എന്ന് പറയുമ്പോൾ 50 എന്ന് കിട്ടി, 15 എന്ന് കിട്ടി. 325 ഇൻറ്റു 2 650 പ്ലസ് ഇവിടെ 29 ഇൻറ്റു 25, 30 മൈനസ് 1 29 ആണല്ലോ, 29 ഇൻറ്റു 25 725 എന്ന് കിട്ടി. ഡിനോമിനേറ്റേഴ്സ് സെയിം ആയതുകൊണ്ട് ഡയറക്റ്റായിട്ട് അഡീഷൻ ചെയ്യാം. അപ്പം 1375 എന്ന് കിട്ടി ഡിവൈഡഡ് ബൈ 11. അപ്പം 1375 ഇൻറ്റു 15 എന്ന് പറയുമ്പോൾ 20625 ഡിവൈഡ് ബൈ 11. അങ്ങനെ വരുന്ന സമയത്ത് 1875 ആണ് സം ഓഫ് ദ ഫസ്റ്റ് 30 ടേംസ് എന്ന് പറയുന്നത്. പാലക്കാട് നിവാസികളെ, ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.